ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഡ്രസ് കളക്ഷൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കണം പോലത്തെ എന്താ പറയാ, നിങ്ങള് മുതുക്ക് ടീഷർട്ട്, പിന്നെ പാള പാന്റ്, കാബളിവാല അങ്ങനത്തെ ഒക്കെ വല്ലതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു. ആദ്യം തന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള മീഷോന്റെ കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ടീഷർട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്നിരുന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ എന്നിട്ട് ടീഷർട്ട് വാങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് സൈസാണ് വാങ്ങുന്നതെന്ന്. ഞാനിപ്പോ ലാർജൊക്കെയാണ് എടുക്കുക. എനിക്ക് പിന്നെ കാബുളിവാല വലിപ്പമുള്ള ടീഷർട്ടൊക്കെയാണ് ഇഷ്ടം. ഇപ്പൊ എനിക്കത് എടുത്തിട്ട് സ്യൂട്ട് ആയില്ലെങ്കിൽ ഞാൻ തിരിച്ചയക്കാനുണ്ടാവും. അപ്പൊ തിരിച്ചയക്കും, എന്നിട്ട് ഞാൻ ലാർജൊക്കെ എടുക്കും. ഒരെണ്ണം എക്സലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞാനത് കൊടുത്തില്ല. ഞാൻ അത് അങ്ങനെ തന്നെ ഞാൻ ഇട്ട് നടക്കുന്നുണ്ട്. എക്സൽ ഓരോ ടീഷർട്ട് ഏത് സൈസ് എടുത്തിരിക്കുന്നതും കൂടെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മുടെ ചൈനീസ് ബാക്കിൽ എഴുതിയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ബാക്കാണ് കേട്ടത്. ഇത് ഫ്രണ്ടിൽ നിന്ന് പ്ലെയിൻ ആണ്, പക്ഷെ ബാക്കിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ ചെറുതായിട്ട്. പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ കൂടുതൽ കാണുന്ന എന്റെ ചേട്ടന്മാരുടെ മാത്രമായിരിക്കും കഴിച്ച്. ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടും. വേണമെങ്കിൽ വെറുതെ വന്നതാ. അപ്പൊ ഞങ്ങളങ്ങനെ ഇതൊക്കെ ഇങ്ങനത്തെ സാധനമാണ്, ടീഷർട്ട് ബാഗിയൊക്കെ അങ്ങനെ ഇടും. അപ്പൊ ഇതാണ് പ്ലെയിൻ ടീഷർട്ട്, ബാക്കിൽ പ്രിന്റ്. ഇത് ഞാൻ മീഷോ വാങ്ങിച്ചത് ലാർജ് സൈസ്. ഇതിന്റെ റേറ്റ് ഇതൊക്കെ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കാം. ഇവിടെ ഈ ഭാഗത്ത് കാണിക്കണം. അപ്പൊ ഇതൊരെണ്ണം ഭയങ്കര വണ്ടി ശല്യാണ്. അപ്പൊ എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പ്രാന്താനൊക്കെ ഉണ്ടാവും ബ്ലാക്ക് ഇട്ടിരിക്കണേ. അപ്പൊ എനിക്ക് കൂടുതൽ ബ്ലാക്ക് ആണ് വാങ്ങിക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ മമ്മ പറയും എപ്പോഴും ബ്ലാക്ക് എന്ന് പറയും. എന്നാലും ഞാൻ ബ്ലാക്ക് വാങ്ങിക്കുള്ളൂ. അപ്പൊ അടുത്തൊന്നും ഒരു ബ്ലാക്ക് ആണ്. ഇതാണ് നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിന്റെ ഫ്രണ്ടിന്റെ ലവ്. ഇത് എക്സൽ ആണ്, പക്ഷെ എനിക്കിത് പാടാണ്. എനിക്കിത് കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് മീൻസ് എനിക്കിത് സ്യൂട്ടാണ്, എനിക്ക് കംഫർട്ടാണിത്. ഇത് എക്സൽ ആണ് കേട്ടോ സൈസ്. ബാക്കിലൊന്നുമില്ല, ഫ്രണ്ടിൽ മാത്രമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഇതൊക്കെ ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിക്കാം. ഇനി അടുത്തത്, അപ്പൊ ഞാനിപ്പോ ഈ മുതുക്ക് ടീഷർട്ടും പിന്നെ ഭയങ്കര പാള പോലത്തെ പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പൊ വീഡിയോയിലൊക്കെ ഉണ്ടാവും, കുറെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ കുറച്ച് പേര് കമന്റ് ചെയ്യാനാണോ ഇത്ര വലിയ പാൻറ്റൊക്കെ ഇടുന്ന രസമില്ല അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നുള്ളത്. എനിക്കത് കംഫർട്ടായി കാരണമാണ് ഞാൻ അങ്ങനത്തെ ഇടുന്നത്. ഇപ്പൊ ഡാൻസ് കളിക്കുകയാണെങ്കിലും ഞാൻ അങ്ങനത്തെ ഇടും. എനിക്ക് അങ്ങനത്തെ ഇട്ടിട്ട് കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യാന്ന് എനിക്കറിയില്ല ഡ്രസ്സിന്റെ കാര്യത്തിൽ. അപ്പൊ അവർക്ക് ഇഷ്ടമല്ലാത്തതുണ്ടോ, പക്ഷെ എനിക്കതാണ് കംഫർട്ട്. ഞാൻ അങ്ങനെ തന്നെ ഇട്ടുള്ളൂ. പിന്നെ ഈ ചൂട് സമയത്ത് ടൈറ്റ് ആയിട്ടുള്ളത് ഇടാനേ പറ്റില്ല. എനിക്ക് അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള അത്ര ഇഷ്ടമല്ല. ഞാൻ അധികം ഇടാറില്ല ടൈറ്റ് ആയിട്ടുള്ളത്. ഒരു ബ്രൗൺ കളറാണ്. ഇതും എക്സലാണ്. എനിക്കിത് എക്സലാണിത്. നല്ല കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ. ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഭയങ്കര ഇഷ്ടം ഇതിന്റെ മെറ്റീരിയൽ. പിന്നെ ഈ ബ്ലാക്കിന്റെ അതെ നല്ല കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ. ഫസ്റ്റ് കണ്ട ബ്ലാക്കിന്റെ നല്ല മെറ്റീരിയലാണ്. ഇതിന്റെ ബാക്കിൽ ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ ഫ്രണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര വലിപ്പമായിട്ട് തോന്നും, പക്ഷെ ഞാൻ ഇടുമ്പോ അങ്ങനെ അധികം. അപ്പൊ നമുക്കിനി അടുത്തത് കാണിച്ചാൽ അടുത്തൊരു പർപ്പിൾ കളറാണ്. ഇത് വൈറ്റിന്റെ കൂടെ ഇടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വൈറ്റ് ബാഗിയുടെ കൂടെ ഇടുമ്പോ. സൈസ് ഏതാ? ഇത് എക്സിനും അല്ല, ഇത് ലാർജ് കേട്ടോ. എക്സ് ആണെങ്കിൽ കുറച്ചും കൂടെ വലിപ്പുണ്ടാവും. ഇത് ലാർജ്. പിന്നെ അടുത്തത് ഒരു ഭയങ്കര ഒരു പ്രിന്റ് ആയിട്ടുള്ളതാണ്, ഭയങ്കര കളറായിട്ടുള്ളത്. ഇതിന് നല്ല തുണിയാണ്, ഭയങ്കര ഇങ്ങനെ വലിയണ തുണിയാണ്. ഇങ്ങനെ എങ്ങനെയോ ഇത് ഡബിൾ എക്സൽ ആണ് ഗൈസ്. ഡബിൾ എക്സൽ മൈൻഡിലേക്ക് അത്ര ഉണ്ട്. ഓക്കെ അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇടാം. പിന്നെ മീഷോന്റെ ടീഷർട്ടുകളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വേറൊരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗംഗ ചേച്ചി, ഗ്ലാമി ഗംഗ, നമ്മുടെ ആ ചേച്ചിയുടെ മുതുക്ക് എന്ന് പറഞ്ഞ് അവരിങ്ങനെ പ്രിന്റ് ചെയ്തതാണ് മുതുക്ക് ടീഷർട്ട്. അപ്പൊ അത് ഞാൻ അപ്പൊ ഗംഗ ചേച്ചിയുടെ ഒരു എന്താ പറയാ ഒരു വീഡിയോയില്, ഷോർട്ട് വീഡിയോയില് അതിന്റെ ലിങ്ക് ഉണ്ട്. അപ്പൊ ടീഷർട്ടൊക്കെ ചുളിഞ്ഞിട്ടിരിക്കണം. അപ്പൊ ഇതിന് ടീഷർട്ട് ചുളിഞ്ഞൊന്നും പറഞ്ഞ
അപ്പൊ ഞാൻ എവിടേക്കാണ് പോകുമ്പോഴേ ഇതൊക്കെ തേക്കുള്ളൂ. പിന്നെ പ്രിന്റിമേക്കൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് കിടക്കും. ഇത് മുതുക്ക് ഗൈസ്. അപ്പൊ ഇനി അടുത്തത് ഇനി നമ്മുടെ സ്റ്റുഡിയോയിലത്തെ കുറച്ച് എന്താ പറയാ ഡ്രസ്സുണ്ട്, ടീഷർട്ട്സ് ഉണ്ട്, പിന്നെ അങ്ങനെ അപ്പൊ ഞാൻ കാണിച്ചു തരാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് കുറച്ച് സ്റ്റുഡിയോയിലത്തെ കളക്ഷൻ കാണാം. ആദ്യം തന്നെ ഒരു ടീഷർട്ടാണ്, വൈറ്റ് കളർ ടീഷർട്ട്. വൈറ്റ് കളറാണ് ഒരെണ്ണം ഞാൻ സ്റ്റുഡിയോയിൽ എടുത്തത്. പിന്നെ ചുളിവുണ്ട് കേട്ടോ, ഞാൻ തേക്കാത്തോട്ടാണ്. അത് ഞാൻ എവിടേക്കും പുറത്തേക്ക് പോകുമ്പോഴേ തേക്കുള്ളൂ. പിന്നെ ഇത് XXL ആണ്. സ്റ്റുഡിയോ ഗൈസ്, ഇതിങ്ങനെ റബ്ബറാണ് ഗൈസ്, റബ്ബറിന് ഭയങ്കര വലിയ, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഇടുമ്പോ. അപ്പൊ ഇതൊരെണ്ണം. പിന്നെ അടുത്തത് ഇതാണ് ഒരു പച്ച കളറാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇടില്ല മാത്രം. ലാർജായിട്ട് ഇത് 2 ലാർജാണ്. ഇതും ഇങ്ങനെ വലിയ ഗൈസ്, ഇവിടെ എലസ്റ്റിക് ആണ് കേട്ടോ, കണ്ടോ. അപ്പൊ ഇതൊരെണ്ണം. നമ്മൾക്ക് ഇത് ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെ ഓട്ടകളുണ്ട്, കാരണം നമുക്ക് ഉള്ളില് വല്ല ഇന്നർ ഇട്ടിട്ട് നമുക്ക് ഇടാം. നല്ല രസമായിരിക്കും. ഒരുപാട് പേര് ചോദിച്ചൊരു ടോപ്പാണ്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഇങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് വൈറ്റ് കളർ ഇന്നർ ഉണ്ട്, അത് തപ്പാണ്. ഇനി എവിടെയാവോ തപ്പി കണ്ടുപിടിക്കണം, അത് എവിടെയാവും. അത് ചെറുതായ കാരണം പെട്ടെന്ന് മിസ്സായിരിക്കും. അപ്പൊ ഇതിലുള്ള ആ ഇന്നർ ഇട്ടിട്ട് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഞാൻ മറ്റേ ഡാൻസ് അപ്പൊ അടുത്തത് ഇതാണ്. നമുക്കിപ്പോ എന്തെങ്കിലും കോട്ട് ഇപ്പൊ വല്ല ഷർട്ട് ഇടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ നല്ല രസമാണ് ഗൈസ്. അതാണ് ഞാൻ വെറുതെ കണ്ടത്. അപ്പൊ ഇത് എവിടുന്നറിയില്ല, ഇങ്ങനത്തെ കാണാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. മീഷോ തോന്നുന്നു. മീഷോ തോന്നുന്നുണ്ട്. മീഷോ. അപ്പൊ ഇതിന്റെ ലിങ്ക് കിട്ടാണെങ്കിൽ ഇടാം. മീഷോ എന്നാണ് തോന്നുന്നു, തപ്പണം. അപ്പൊ ഇനി നമുക്ക് അടുത്തത് പാന്റുകളാണ്. അപ്പൊ ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്, ക്രീം. ഇതിന്റെ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട്, സെയിം ബ്ലാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് കണിയാണ്. അപ്പൊ ഇതിന്റെ സെയിം ആണ് കേട്ടോ. ഇങ്ങനെ ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം അപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് പോക്കറ്റ്. അങ്ങനെയാണ് തോന്നുന്നു. ഈ പാന്റിന്റെ പേര് കാർഗോ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പാന്റിന്റെ പേര് നോക്കിയിരുന്നല്ലേ, കാർഗോ ആണ്. അപ്പൊ ഇത് എത്ര സൈസ്? 30 സൈസ്. പിന്നെ ഇതിന്റെ അര ഞാനൊന്ന് സൈഡ് അടിക്കും, ഉള്ളിക്ക് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ സൈഡ് അടിക്കും. അപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പൊ ബ്ലാക്ക് ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് മടുത്തിട്ടുണ്ടാവും ഇത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പാരച്ചൂട്ട് പാൻറ് വേണം എന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മള് സൈനപ്പിൽ നിന്നാണ് എടുത്തേട്ടാ. നല്ല രസമല്ലേ പാൻറ്? നല്ല രസം. കെട്ടായിട്ട് നമ്മൾ ഞാൻ കെട്ടിയിട്ട് ഉള്ളിക്ക് കയറ്റി വെക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ കിടക്കും. ചിലര് കെട്ട് അങ്ങനെ തന്നെ കെട്ടിട്ട് അങ്ങനെ ഇടും. ഇതടുത്തത് ഇതൊക്കെ അമ്മ അടക്കി വെക്കണം. നീ മടക്കും. അടുത്തത് ഇതാണ് ഒരു വൈറ്റ് കളർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ചുളിവൊക്കെ ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞ ചുളിവ് ഞാൻ തേക്കണത് ഇടുമ്പോഴാണ്. ാണിത് ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ പോയി ഇരിക്കുക. എങ്ങനെയാണ് അത് കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പഴുക്കാവും. അത് കാരണം ഇത് തട്ടി ഇടണം എനിക്ക് നല്ലത്. ഇപ്പൊ തന്നെ അവിടെ ഇവിടേക്ക് ചെളിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്, അതൊക്കെ ഞാൻ ഉരച്ച് കഴുകണം. ആരൊരച്ച് കഴുകും? നമ്മ സ്കിൻ ഫിറ്റ് ജീൻസ് ആണ്. ഇതെനിക്ക് ആകെ ഒരെണ്ണോളൂ. ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനത്തെ ഇടുന്നുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ ഇട്ടു തുടങ്ങി. ഇതിന്റെ ബ്ലാക്ക് ഇനി വാങ്ങണമെന്നുണ്ട് എനിക്ക്. ഇപ്പൊ ഈ കളർ മാത്രമേ ഉള്ളൂ. അടുത്തതാണ് സിമ്പിൾ. ഇത് എവിടുന്ന വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനപ്പിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് അച്ഛനും 500 അന്ന് 500 രൂപയ്ക്ക് 2 വാങ്ങിച്ചത്. 1000 രൂപയ്ക്ക് 2 വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 500. അപ്പൊ 1000 രൂപയ്ക്ക് 2 കിട്ടി. പിന്നെ അധികം ഒന്നും കയറിയിട്ടില്ല, ചെറുതായിട്ട് കയറിയിട്ടുള്ളൂ. കാണാൻ അതൊക്കെ എന്താ എനിക്കെല്ലാവരും ഇഷ്ടമാണ്. അടുത്തത് വേറെ ഞാൻ മറ്റേ ചിക്കൻ കറിയുടെ അടിയിലിടുന്നതാണിത്. ചിക്കൻ കറിക്ക് ഇത് മീൻസ് എന്താ പറയാ, ഇത് ഭയങ്കര മാച്ചാണ് ചിക്കൻ കറിക്ക്. അധികം ബാഗിയൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാണ്ട്. ഇത് അധികം കിട്ടുന്നില്ല.
പുട്ടിൻ്റെ 2 ഭാഗത്ത് കുരുക്ക്. അത് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറേ ഇട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. കാർബോൻ്റെ ഒരു ബ്ലാക്ക് വരവായിട്ട് മറ്റേ വൈറ്റ് വരയായിട്ട്. ഇനി ഞാനിതിട്ടില്ല, കാരണം ഇത് ചെറുതായിട്ട് നരച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇടണില്ല. ഇതിപ്പോൾ അധികം ഇടുന്നില്ല. ഇട്ടിട്ട് കുറേ നാളായിട്ട്. ഇപ്പോൾ ഞാനിത് കുറേ ഇട്ട് നടന്നിട്ട് നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വേറെ പാൻറ്റൊന്നും ഇല്ല ചേച്ചീന്നൊക്കെ. അപ്പോൾ ഞാൻ ഇതിടുന്നില്ല, നിങ്ങളെ വിത്ത് മാറിയില്ലോ, അപ്പോൾ വിഷമം മാറില്ലേ. അപ്പോൾ ഇത് ഒരെണ്ണം ഇത്രയൊക്കെയാണ് നമ്മുടെ പാൻറ്റുകളും ടീഷർട്ടുകളും. അപ്പോൾ മീഷോൻ്റെ ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റ. മമ്മ മടക്കി വയ്ക്കുക. ടാറ്റ.